ഇന്നത്തെ ഇൻട്രോ പറയുന്നത് നമ്മുടെ ഒരു കൊച്ചു പയ്യനാണ്. പറഞ്ഞോളൂ. എൻ്റെ പേര് ആദിത്. നമസ്കാരം. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് കുമ്പം ശ്രീ മൂലത്തുപറമ്പ് മഹാദേവ ക്ഷേത്രത്തിലാണ്. ഇവിടെ ഇന്ന് ശിവരാത്രി മഹോത്സവം ആഘോഷിക്കുന്നു. പിന്നെ ഇവിടെ അവിടെ ഇപ്പോൾ സർവേശ്വര പൂജ നടക്കല. അത് അമ്മമാരും അമ്മമ്മമാരും ചെയ്യുന്നതാണ് സർവേശ്വര പൂജ. പിന്നെ ഇവിടെ ഇപ്പോൾ കൊട്ടൂർ അമ്പലത്തിലെ ഒരു തന്ത്രി പൂജാരി വന്നിട്ടാണ് ഇത് പറയുന്നത്. സർവൈശ്വര പൂജയെ പറ്റി പറയുന്നത് അല്ലേ? വേറെ ഇവിടെ എല്ലാ മലയാള മാസവും ആദ്യത്തെ ഞായറാഴ്ച ഇവിടെ 5:30 നട തുറന്ന് രാവിലെ നട തുറന്ന് രാവിലെ 11 മണി വരെ നട ഉണ്ടാവും. തുറന്ന് ഭക്തർക്ക് പ്രവേശനമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മഹാദേവ ക്ഷേത്രം പ്രതിഷ്ഠ കഴിഞ്ഞോ ഇല്ലയോ? ഇല്ല. അതെപ്പോഴാണ്? ഈ വരാൻ പോകുന്ന 2025 ഫെബ്രുവരി. ഡേറ്റ് ഒന്നും അങ്ങനെ കൺഫേം ആക്കിയില്ല. അപ്പൊ എല്ലാ ഭക്തർക്കും നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം. അപ്പോൾ എപ്പോഴും സ്വാഗതം അല്ലേ? അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കെല്ലാം എല്ലാവരും വരണം. എല്ലാവരും സർവേശ്വരും സർവസമ്പത്തും നേരട്ടെ. സർവ മംഗളങ്ങളും നേരുന്നു. ശാന്തി, സമാധാനം, സർവൈശ്വര്യ, സർവസമ്പത്തും എല്ലാം നേരുന്നു അല്ലേ? അപ്പൊ നമുക്ക് എവിടത്തേക്ക് പോകണം? പിന്നെ സർവേശ്വര പൂജ നടക്കുന്നിടത്തേക്ക് വിഷ്വൽസ് കാണണം അല്ലേ? അപ്പൊ അത് കണ്ടിട്ട് നമുക്ക് കാണാം. തിരിച്ചു വരാം. ഉമേശായ നമഃ, ഗൗരീശായ നമഃ, പരമേശായ നമഃ, ഭുവനേശായ നമോ നമഃ. അറിവിൻ നിലാവേ മറയുന്നു നീ, സ്മൃതി നിലാവിൻ കണിക തേടി രജനീഗന്ധി തിരുമുൻപിൽ നിൽപ്പോ അറിയാത്തതെന്തേ, നിറുകയണിയും കുളിർമതീക്കും അറിയുകില്ലേ. അമ്പലപ്പുഴയിലൻ മനസ്സോടി കളിക്കുന്നു, അമ്പാടിയിൽ ചെന്നാലെന്ന പോലെ. അമ്പലപ്പുഴയിലൻ മനസ്സോടി കളിക്കുന്നു, അമ്പാടിയിൽ ചെന്നാലെന്ന പോലെ. ഓങ്കാരമുയിരേകും വേണുഗാനം കാതിൽ തേൻ തുള്ളിയായി പെയ്താലെന്ന പോലെ. ഓങ്കാരമുയിരേകും വേണുഗാനം കാതിൽ തേൻ തുള്ളിയായി പെയ്താലെന്ന പോലെ. അമ്പലപ്പുഴയിലൻ മനസ്സോടി കളിക്കുന്നു, അമ്പാടിയിൽ ചെന്നാലെന്ന പോലെ. മതിലകത്തെ മണൽപ്പരപ്പിൽ താമര മലർമൊട്ടുപോൽ കണ്ടു കാലടികൾ. മതിലകത്തെ മണൽപ്പരപ്പിൽ താമര മലർമൊട്ടുപോൽ കണ്ടു കാലടികൾ. പുലരൊളി തേവാരമങ്ങ
മന്ത്രമായി ചൊല്ലുന്നു. പുലരൊളി ദേവാരമന്ത്രമായി ചൊല്ലുന്നു. പൂന്താനം പാടിയോരീരടികൾ അമ്പലപ്പുഴയിലൻ മനസ്സോടി കളിക്കുന്നു. അമ്പാടിയിൽ ചെന്നാലെന്ന പോലെ നെയ്യാറ്റിൻ കരവാഴും കണ്ണാ നിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുമ്പിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. നെയ്യാറ്റിൻ കരവാഴും കണ്ണാ നിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുമ്പിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. ഓംകാരം മുഴക്കുന്ന പൈക്കളെ മേയ്ക്കുവാൻ ഓരോ മനസ്സിലും നീ വരുന്നു. ഓംകാരം മുഴക്കുന്ന പൈക്കളെ മേയ്ക്കുവാൻ ഓരോ മനസ്സിലും നീ വരുന്നു. നിന്റെ പുല്ലാങ്കുഴൽ പാട്ടിൽ പ്രപഞ്ചം നന്ദിനി പശുവായി തീരുന്നു. നിന്റെ പുല്ലാങ്കുഴൽ പാട്ടിൽ പ്രപഞ്ചം നന്ദിനി പശുവായി തീരുന്നു. അകിട് ചുരത്തുമൻ ജീവന് നീ മോക്ഷ കരുക നാം വേഗുമോ കണ്ണാ. കായാമ്പൂത്തൊഴും മുകിൽ വർണ്ണ നെയ്യാറ്റിൻ കരവാഴും കണ്ണാ നിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുമ്പിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. പൂജ ആരംഭിക്കാറായി. ആരെങ്കിലും ഇനിയും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുന്നോട്ട് വന്നിരിക്കുക. ശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം മുതലാണ് ഈ സർവൈശ്വര്യ പൂജ തുടങ്ങിയത്. ഇത് രണ്ടാമത്തെ വർഷമാണ് സർവൈശ്വര്യ പൂജ ഇവിടെ നടത്തുന്നത്. ഇന്നത്തെ ചടങ്ങിൻ്റെ ഒരു മഹാത്മ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ ഭാഗ്യമെന്ന് തന്നെ പറയാം. ഈ ചടങ്ങിന് നേതൃത്വം നൽകുന്നതും ശിവരാത്രി മഹാത്മ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ പെരുമാളിൻ്റെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ തന്ത്രിയായ പന്തീരടി കാമ്പറത്തില്ലത്ത് കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് ഇനി ഈ ചടങ്ങിന് കാർമ്മികത്വം വഹിക്കുന്നത്. തീർച്ചയായും നമ്മൾ സുഹൃത്തുക്കളാണ് എന്ന് തന്നെ പറയാം. കാരണം ശിവരാത്രി ദിവസം കൊട്ടിയൂർ പെരുമാളിനെ സേവിക്കുന്ന അദ്ദേഹത്തിന്റെ പിതൃസ്ഥാനീയ അലങ്കരിക്കുന്ന തന്ത്രി വര്യൻ തന്നെ ഇവിടെ എത്തിച്ചേർന്ന് ഈ ചടങ്ങിന് നേതൃത്വം നൽകുകയും ശിവരാത്രിയെക്കുറിച്ച് ഞങ്ങൾക്ക് അറിവ് വരികയും ചെയ്യുന്നത് തീർച്ചയായും ഭാഗ്യമായി തന്നെ കരുതണം. നമ്മൾ കൂടുതൽ സംസാരിക്കുന്നില്ല, എത്രയും പെട്ടെന്ന് തന്നെ സർവൈശ്വര്യ പൂജ ചടങ്ങുകളിലേക്ക് കടക്കാം. അതിലെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ശ്രീ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെ ക്ഷണിക്കുന്നു. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ.
സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാ ഗുരുക്കന്മാരെയും വന്ദിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് മൂലോത്തുകുന്ന് മഹാദേവ ക്ഷേത്രത്തിലെ സർവേശ്വര പൂജ നമുക്ക് ആരംഭിക്കാം. തുടക്കത്തിൽ ഒന്ന് പറയാനുള്ളത്, ആരും തന്നെ വർത്താനം പറയാൻ പാടില്ല. പൂജക്കിരിക്കുന്നവർ തീരെ പാടില്ല. അവിടെ ഇരിക്കുന്നവർ എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കുക. പറയുന്ന കാര്യങ്ങൾ എല്ലാവരും നല്ലതുപോലെ ഗ്രഹിച്ച്, പൂജക്കിരിക്കുന്നവർ പ്രത്യേകിച്ച് നല്ല രീതിയിൽ കേട്ട് വർത്താനം പറയരുത്. വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പൂജക്കിരിക്കുന്നവരുടെ കോൺസെൻട്രേഷൻ ഒക്കെ നഷ്ടപ്പെടും. നമുക്ക് സർവൈശ്വര്യ പൂജ ആരംഭിക്കാം. സർവൈശ്വര്യ പൂജ എന്ന് പറഞ്ഞാൽ എന്താ? സർവ ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്യുന്ന, നന്മയെ പ്രദാനം ചെയ്യുന്ന ആ ദേവിയെ, മഹാദേവിയെ അല്ലെങ്കിൽ മഹാലക്ഷ്മിയെ, ധനദേവതയെ നമ്മൾ എന്ത് ചെയ്യുന്നു? സംതൃപ്തിപ്പെടുത്തുക അല്ലേ? നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ട് ദേവി. നമ്മുടെ നിത്യേന പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കുലദേവതയായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ധർമ്മദൈവങ്ങളായിട്ടുള്ള, നമ്മുടെ വീട്ടിൽ നിത്യേന പ്രാർത്ഥിക്കുന്ന, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടല്ലേ? വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാറുള്ളതല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ആ ദേവിയെ നമ്മൾ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഇവിടെ പൂജ ആരംഭിക്കുകയാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നമുക്കൊരു കീർത്തനത്തോടു കൂടി തുടങ്ങാം. കീർത്തനം എല്ലാവരും ഏറ്റുപാടിയാൽ നന്നായിരുന്നു. എല്ലാവരും ഏറ്റുപാടാൻ പറ്റുന്നതാണ് കീർത്തനം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഏറ്റുപാടിക്കൊണ്ട് നമുക്ക് പൂജയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും, പുറത്തിരിക്കുന്നവരും എല്ലാവർക്കും ചെല്ലാം. ആവുന്നത് പോലെ നമുക്ക്, എനിക്കും വലിയ ഗാനം വലിയ അറിവൊന്നുമില്ല, എങ്കിലും നമുക്ക് പാടാം. ഒരു ദേവിയെ കുറിച്ച് ഒരു പാട്ട് പാടിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. ശരണം ശ്രീ ദുർഗേ ശരണം ശ്രീ ഭദ്രേ ശരണം ശ്രീദേവി ജഗദംബേ ശരണം ശ്രീ ദുർഗേ ശരണം ശ്രീ ഭദ്രേ ശരണം ശ്രീദേവി ജഗദംബേ ആദിമൂല സ്വരൂപിണീ ദേവി ചോറ്റാനീക്കര ഭഗവതി ശരണം ശ്രീ ദുർഗേ ശരണം ശ്രീ ഭദ്രേ ശരണം ശ്രീദേവി ജഗദംബേ ആദിമൂല സ്വരൂപിണീ ദേവി ചോറ്റാനീക്കര ഭഗവതി. എല്ലാവരും ഏറ്റവും ഭക്തവത്സലെ നിൻ തിരുനാമം ഭക്തിയോടുന്നു ചെയ്യാൻ. ഭക്തവത്സലെ നിൻ തിരുനാമം ഭക്തിയോടുന്നു മുറ ചെയ്യാൻ. പാപമോക്ഷണേ ഭാഗ്യദായിനി തുണ ചെയ്യണമേ ഭഗവതി. പാപമോക്ഷണേ ഭാഗ്യദായിനി തുണ ചെയ്യണമേ ഭഗവതി. ശരണം ശ്രീ ദുർഗേ ശരണം ശ്രീ ഭദ്രേ ശരണം ശ്രീദേവി ജഗദംബേ ശരണം ശ്രീ ദുർഗേ ശരണം ശ്രീ ഭദ്രേ ശരണം ശ്രീദേവി ജഗദംബേ.
സർവസുന്ദരി സർവകാരിണി സർവശോക വിനാശിനി കർമ്മസാക്ഷിയാം ശ്രീനാരായണി ചോറ്റാനിക്കര ഭഗവതി ശരണം ശ്രീ ദുർഗേ ശരണം ശ്രീ ഭദ്രേ ശരണം ശ്രീദേവി ജഗദംബേ ശരണം ശ്രീ ദുർഗേ ശരണം ശ്രീ ഭദ്രേ ശരണം ശ്രീദേവി ജഗദംബേ അഖില ലോകൈക നാദേശ്വരി ചോറ്റാനിക്കര ഭഗവതി ശരണം ശ്രീ ദുർഗേ ശരണം ശ്രീ ഭദ്രേ ശരണം ശ്രീദേവി ജഗദംബേ ശരണം ശ്രീ ദുർഗേ ശരണം ശ്രീ ഭദ്രേ ശരണം ശ്രീദേവി ജഗദംബേ ശരണം ശ്രീദേവി ജഗദംബേ. വിളക്ക് കൊളുത്താറായിട്ടുള്ള സമയമായിട്ടുണ്ട്. ശ്രീകോവിലിൽ നിന്ന് നമ്മൾ എടുത്തു ചേർത്തിട്ടുള്ള വിളക്കാണ്. ഇവിടെ പൊടിവിളക്കുണ്ട്. കമ്മിറ്റിക്കാർ ഒരാളിങ്ങോട്ട് വന്നിട്ട് ഒന്ന് എടുത്ത് അതിൻ്റെ വല്ല കത്തിച്ചോ, ഒന്ന് കത്തിച്ചു കൊടുക്കുക. പരസ്പരം കൈമാറിയാൽ പോലെ അല്ല മതി. അത് ഒരു തിരിയെടുത്തിട്ടേ തിരിയെടുത്ത് അപ്പുറം നമുക്ക് കത്തിക്കാം. രണ്ട് കൈ കൊണ്ടും കൂട്ടിപ്പിടിക്കുക. ആ പൂവ് കൂട്ടിപ്പിടിച്ച് തൊഴുതും നമ്മുടെ മൂക്കിൻ്റെ അടുത്തേക്ക് വെക്കുക. മൂക്കിലേക്ക് വാസനിക്കരുത്. ആ മൂക്കിൻ്റെ അടുത്തേക്ക് വെച്ച് ഓം പരാശക്തി നമ ചൊല്ലിക്കൊള്ളു. ഓം പരാശക്തി നമ ഓം പരാശക്തി നമ ചൊല്ലിയിട്ട് അത് വിളക്കിന്റെ മുമ്പിലേക്ക് വെച്ചോളൂ. നമ്മുടെ മുമ്പിലുള്ള വിളക്കിന്റെ മുമ്പിലേക്ക് ഇട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ സങ്കല്പിച്ച് ചെയ്യുക. സങ്കല്പം മാത്രമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എല്ലാവരും കണ്ണടക്കുക. കണ്ണടച്ചതിന് ശേഷം 9 പ്രാവശ്യം ശ്വാസം മേലോട്ടും താഴോട്ടും ഇടുക. പ്രാവശ്യം ഉച്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഉച്ചരിച്ചോട് പറഞ്ഞുതരാം. കണ്ണടച്ചുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ സർവാലങ്കാര വിഭൂഷിതയായിരിക്കുന്ന ദേവി നമ്മുടെ മുമ്പിൽ മനോഹരമായ ഒരു പീഠത്തിൽ അല്ലെങ്കിൽ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കുക. നമ്മുടെ മുമ്പിൽ മനോഹരമായിട്ടുള്ള നമ്മുടെ ദേവിയെയാണ് സർവേശ്വര പൂജയ്ക്ക് പ്രീതിപ്പെടുത്തേണ്ടത്. അപ്പോൾ ആ ദേവി നമ്മുടെ മുമ്പിൽ തന്നെ വിളക്കിന്റെ മുമ്പിൽ തന്നെ മനോഹരമായിട്ടുള്ള ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക. മനസ്സിലിപ്പം ആ ദേവി ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ സമയത്തും നമ്മൾ ഉള്ളിൽ പരാശക്തി നമ പരാശക്തി നമ പരാശക്തി നമ ആ സ്വർണ്ണ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ ദേവിയെ കണ്ടുകൊണ്ട് നമ്മൾ ഈ നാമം ജപം അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെ ഇരിക്കുന്നവർക്കും ജപിക്കാം. മെല്ലെ സാവധാനത്തിൽ ഒച്ചയില്ലാണ്ട് എല്ലാവരും ആ ത്രിപുരസുന്ദരിയായിട്ടുള്ള ആ രാജരാജേശ്വരിയെ പാദാദികേശം മുതൽ ഇങ്ങനെ കാണുകയാണ്. ഇനി നമ്മൾ പാദം മുതൽ മേലെ കേശം വരെ ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മൾ മനസ്സിൽ കാണുകയാണ്. ഇപ്പോൾ സങ്കല്പിക്കുകയാണ്. നിങ്ങളുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കൂ. ആ മുഖത്ത് ഒരു മൂക്കൂത്തി അണിഞ്ഞിട്ടുണ്ട്. ആ മൂക്കൂത്തിയുടെ ഒരു പച്ചക്കല്ല് കാണുന്നില്ല. ഇപ്പോൾ പച്ചക്കല്ല് മൂക്കൂത്തിക്ക് ഒരു പച്ചക്കല്ലുണ്ട്. ആ കല്ലിപ്പോൾ മാത്രം കാണുന്നു. അതിനുശേഷം നമ്മൾ നെറ്റിത്തടത്തിൽ നല്ല പൊടികൾ, സിന്ദൂര പൊടികൾ തലയിൽ പൂച്ചൂടിയിട്ടുണ്ട്.
ഭാഗങ്ങൾ, അവയവങ്ങളും ഓരോരോ ഭാഗങ്ങളും അവയവങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ പോവുകയാണ് അല്ലേ. ഞാൻ പറഞ്ഞു കാലിലെ പാദസരം. അതിനുശേഷം നമ്മളെ സർവാഭരണ വിഭൂഷയായിട്ടുള്ള നല്ല പട്ടുസാരി കൊണ്ട് നല്ല ഞൊറികളൊക്കെ, നല്ല ഭംഗിയായിട്ടുള്ള ഞൊറികളൊക്കെ ചേർത്തുകൊണ്ടുള്ള സാരി ഉടുത്തിരിക്കുന്ന ആ ദേവിയെ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കുക. ഓം പരാശക്തിയേ നമഃ. 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 ഓം. അതിനുശേഷം അത് ഒരു പൂവെടുത്ത് രണ്ട് കൈയിലും കൂടി കൂട്ടിപ്പിടിച്ച്, രണ്ട് കൈയിലും കൂടി കൂട്ടിപ്പിടിക്കുക. കുറച്ച് പൂ എടുക്കുക, രണ്ട് കൈയിലും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആ കർപ്പൂരത്തിൽ നിന്ന്, ഇവിടെ ശ്രദ്ധിക്കും, എന്നാ ശ്രദ്ധിക്കും, ആ കർപ്പൂരത്തിൽ നിന്ന് എടുത്ത് നമ്മളെ വിളക്കിലേക്ക് ഇടുക. ദേവിക്ക് കൊടുക്കുന്നതാണ് കർപ്പൂരം. കർപ്പൂരത്തിൽ ഇങ്ങനെ കാണിച്ച് അത് നമ്മുടെ വിളക്കിന്റെ മുമ്പിലേക്ക് ഇടുക. രണ്ട് കൈ കൊണ്ടാണ്, ഒറ്റ കൈ കൊണ്ടല്ല, രണ്ട് കൈ കൊണ്ടും. മുഴുവൻ പൂവും എടുത്ത് ഒരു പൂ അവിടെ വെച്ചോളൂ. ഒരു തുളസി പൂ അവിടെ വെച്ചോളൂ. മറ്റൊരു തുളസീൻ്റെ ഒരു ഇത് അവിടെ വെക്കാം. ബാക്കിയൊക്കെ എടുക്കാം. ബാക്കിയൊക്കെ എടുത്ത് രണ്ട് കൈയിലും കൂടി കൂട്ടിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ മന്ത്രം ചൊല്ലി ഒരു 8 മന്ത്രം ചൊല്ലുക. ഓം പരാശക്തിയെ നമഃ. ഞാൻ ചൊല്ലിത്തരേണ്ട ആവശ്യമില്ലല്ലോ, 8 ചൊല്ലുക. ഓം പരാശക്തിയേ നമഃ. 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 സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. വിളക്കിലാവരുത്, തിരികെട്ടുപോകരുത്, സാവധാനത്തിൽ. വിളക്കിന്റെ ജ്വാല അതിനെ കൊണ്ട് അണക്കുക എന്നാണ്. നമ്മൾ ഊതിക്കെടുത്താനോ അങ്ങനെയൊന്നും പാടില്ല. വിളക്കിന്റെ ജ്വാല കത്തിക്കൊണ്ടിരിക്കുന്നില്ല, അപ്പോൾ അതൊന്ന് കെടുത്ത് തൊട്ട് കെടുത്തോളൂ. തുളസി പൂവിനെ കൊണ്ട് കെടുത്താം. തുളസിയില എടുത്തിട്ട് വിളക്കണക്കാം. ഓം സഹനാവവതു സഹനൗ പുനക്തു സഹ വീര്യം കരവാവഹേ തേജസ്വിനാവധീതമസ്തു. പാടൂലല്ലേ? ആരും ഉണ്ടെന്നല്ലേ? പാടും. പാടൂലേ? ചിന്തത എടുക്കാൻ. അപ്പൊ നമുക്ക് പാടാം. ആദിപരാശക്തി അംബികേ ആനന്ദദായിനി അംബികേ. ആദിപരാശക്തി അംബികേ ആനന്ദദായിനി അംബികേ. കൈയടിച്ചോളൂ. ആദിപരാശക്തി അംബികേ ആനന്ദദായിനി അംബികേ. ആദിപരാശക്തി അംബികേ ആനന്ദദായിനി അംബികേ. ഭക്തജനങ്ങളെ, സർവൈശ്വര പൂജ ഇവിടെ സമാപിക്കുകയാണ്. പൂജയിൽ പങ്കെടുത്തവർ ആചാര്യൻ പറഞ്ഞ പ്രകാരം അർച്ചനാപുഷ്പം ഈ പൂജാസ്ഥലത്ത് വിളക്കിന് മുന്നിൽ സമർപ്പിച്ച് ആചാര്യന് ദക്ഷിണ നൽകി പ്രസാദം സ്വീകരിക്കേണ്ടതാണ്. തിരക്ക് കൂട്ടാതെ ഓരോരുത്തരായി വന്ന് അർച്ചനാപുഷ്പം സമർപ്പിച്ച് ആചാര്യ ദക്ഷിണ ചെയ്ത് അനുഗ്രഹം വഹിക്കണമെന്ന് അറിയിക്കുന്നു.
വിളക്കിലെ എണ്ണ. നമസ്കാരമുണ്ട്. നമസ്കാരം. അങ്ങയുടെ പേര്? എൻ്റെ പേര് കെ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നാണ്. ഉണ്ണികൃഷ്ണൻ മാഷ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. അങ്ങയുടെ വീട് എവിടെയാ? വീട് മുഴക്കുന്നിലാണ് തറവാട്. ഇപ്പോൾ താമസിക്കുന്നത് മട്ടന്നൂർ കരേറ്റ കാഞ്ചിലേരി പ്രോപ്പറായിട്ട്. അങ്ങ് ആദ്യമായിട്ടാണോ ഈ അമ്പലത്തിൽ, നമ്മുടെ ഈ അമ്പലത്തിലേക്ക്? അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. എന്നുവെച്ചാൽ ഈ മൂലത്തുനിന്ന് മഹാദേവ ക്ഷേത്രത്തിൽ വരാനും ഒരു സർവൈശ്വര്യ പൂജ നടത്താനും ഉണ്ടായ ഒരു ഭാഗ്യം ഈ ശിവരാത്രി ദിനത്തിൽ തന്നെ ഞാൻ പൂജിക്കുന്ന നമ്മുടെ എന്താ പറയുക കുലദേവതയായിട്ടുള്ള പെരുമാളുടെ സഹായമാണ്. കൊട്ടിയൂരെ ആചാര്യനും കൂടിയാണ്. അതുമാത്രമല്ല, അങ്ങ് നമ്മുടെ ഈ അമ്പലത്തിൽ വന്നതിൽ ഞങ്ങൾ ഈ നാട്ടുകാരെല്ലാവരും സന്തോഷിക്കുന്നു. എന്തായാലും അതൊരു ഭാഗ്യം തന്നെയാണ്, ഞങ്ങൾക്കും കിട്ടിയൊരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ ഞങ്ങളും കണക്കാക്കുന്നു. ഇനി അങ്ങേക്ക് സമയം ഉണ്ടാവുമ്പോൾ എല്ലാം ഇങ്ങോട്ട് തീർച്ചയായും എന്തായാലും മഹാദേവനെ തൊഴുവാൻ ഇവിടെ വരുന്നതായിരിക്കും. ഇതിന്റെ പുനരുദ്ധാരണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് പെരുമാളോട് പ്രാർത്ഥിക്കുകയാണ്. അതെ, ഒക്കെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കണ്ടതിൽ. അങ്ങനെ ആവട്ടെ. തിരുമേനി കണി കാണാൻ വരും നേരം, കാലത്തെ കണി കാണാൻ വരും നേരം, തരുമോ തൊഴു കൈ കുമ്പിളിൽ എനിക്കു നിൻ തിരുമുടി പുഴയിലെ തീർത്ഥജലം. നമ ശിവായ. പരമേശ്വര ശിവ പാലയമാ മൃത്യുഞ്ജയനേ കാലാന്തരനെ അഭയം തരണേ ജഗദീശ. മാർക്കണ്ഡേയനു മോക്ഷം നൽകിയ മാഹേശ്വരനുടെ പാദങ്ങൾ മമ മനതാരിൽ നിത്യം തെളിയ ശിവനാമങ്ങൾ തോന്നേണേ. ഓം ശിവശങ്കര പാർവതി കാന്ത പരമേശ്വര ശിവ പാലയമാ മൃത്യുഞ്ജയനേ കാലാന്തകനെ അഭയം തരണേ ജഗദീശ. ഈശായ നമഃ. ഉമേശായ നമഃ. ഗൗരീശായ നമഃ. പരമേശായ നമഃ. ഭുവനേശായ നമോ. നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി, കനകിങ്ങി വളകൾ മോതിര മണിഞ്ഞു കാണും ഭഗവാനെ. മലർനാഥൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി, ചെലുജലേക്കിലം കാഞ്ചന ചിലമ്പി തോടിവ കണി കാൺമാ. ശങ്കര ശിവ ശങ്കര. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ടല്ലോ അല്ലെ? വീഡിയോ കാണുന്നവർക്കെല്ലാം നല്ലത് വരട്ടെ അല്ലെ? സർവൈശ്വര്യം വരട്ടെ, സർവൈശ്വര്യം വരട്ടെ. അതിനു വേണ്ടിയിട്ട് ശാന്തിയും സമാധാനത്തിനും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെക്കും ബൈ ബൈ. എല്ലാവർക്കും ബൈ ബൈ അല്ലേ?